താമരശ്ശേരി മുഹമ്മദ് ഷഹബാസ് കൊലപാതകത്തിൽ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. ഷഹബാസിന്റെ പിതാവാണ് കോടതിയെ സമീപിച്ചത്. കോടതി ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഷഹബാസിന്റെ പിതാവ് 24-നോട് പറഞ്ഞു. ഇത്രയും ഒരു ക്രൂരമായ കൊല ചെയ്തിട്ട് അവർക്ക് കുറ്റം ചെയ്തിക്കുന്നുള്ള ബോധ്യപ്പെട്ടിട്ടുണ്ട് പല ആളുകൾ. അവർക്കൊരു ശിക്ഷ, അതായത് അവരെ ഒന്ന് മാറ്റി നിർത്തി എക്സാം എഴുതാനുള്ള അതൊന്നുമില്ലാതെ പരീക്ഷാ ഹാളിലേക്ക് നേരെ കൊണ്ടുപോയി അവർക്ക് എക്സാം എഴുതാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് അറിഞ്ഞപ്പോൾ ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ മാനസികമായി തളർന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഹർജി കൊടുക്കാൻ കാരണം. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ഷഹദി, കുറ്റകൃത്യത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ അത് പരിഗണിച്ചില്ല. അത് പരിഗണിക്കാതെ ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു എന്ന വിമർശനമാണ് കുടുംബം ഷഹബാസിൻ്റെ പിതാവ് ഉന്നയിക്കുന്നത്. അതിലൊരു നിയമ പോരാട്ടത്തിന് തന്നെ അവർ തയ്യാറെടുക്കുന്നുമുണ്ട്. കോടതി ഈ വിഷയം എന്നാണ് പരിഗണിക്കുന്നത്? ഈ ഷഹബാസിൻ്റെ പിതാവ് വിശദീകരിക്കുന്നത് എന്താണ് ഏറ്റവും ഒടുവിലായി ഷഹദ് റഹ്മാൻ? ഈ കേസ് ഹൈക്കോടതി ഇന്നാണ് പരിഗണിക്കുക. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെതിരെയാണ് ഈ ഷഹബാസിന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കാരണം ചെറിയ തെറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ പോലും ഡീബാർ ചെയ്യുന്ന ഈ കാലത്ത് ഇത്രയും വലിയ, അതായത് ഒരു കൊലപാതകം ചെയ്തിട്ട് ആ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് അവർക്ക് സെന്റർ വരെ മാറ്റി നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതിനെതിരെയാണ് നിയമ പോരാട്ടം ഷഹബാസിന്റെ പിതാവ് ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. പരീക്ഷ എഴുതാൻ പ്രതികൾക്ക് സെന്റർ വരെ മാറ്റി സൗകര്യമൊരുക്കി എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ പരീക്ഷ ഡീബാർ ചെയ്യണം, അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന അവസരം റദ്ദാക്കണം എന്നൊരാവശ്യമാണ് പ്രധാനമായിട്ടും ഈ പിതാവ് ഉന്നയിക്കുന്നത്. കാരണം തൻ്റെ മകനും സമാനമായ രീതിയിൽ പരീക്ഷ എഴുതാൻ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവന് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ നമ്മുടെ നിയമങ്ങളിൽ പരിഷ്കരണം വരണം. അത് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു മാതൃക കൂടിയാകണം എന്നുള്ളതാണ് പിതാവ് പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം ഒരു നിയമ പോരാട്ടം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. റജിത്ത. ശരി, ഷഹദ് റഹ്മാൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്.